കാണാൻ നല്ല ഭംഗിയും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പൂരി റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാർബിൾ പൂരി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ബീട്രൂട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ 2 പീസ് ബീട്രൂട്ട് തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പ്യൂരി ആക്കി എടുക്കണം. അപ്പോൾ പ്യൂരി ആക്കി എടുക്കാൻ വേണ്ടി ഞാനൊരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മിക്സിയിൽ ഇത്രക്ക് അരഞ്ഞു വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പൂരി തയ്യാറാക്കുമ്പോൾ ജസ്റ്റ് ഇതിനെ ഒന്ന് അരിച്ചെടുത്തിട്ട് തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് യൂസ് ചെയ്തിട്ടാണ് പൂരി തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് ഫ്ലോർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 2 കപ്പ് മൈദമാവ് എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എപ്പോഴും പൂരി ഉണ്ടാക്കുമ്പോൾ റവ കൂടി ചേർത്ത് മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്ട്രക്ചറായിരിക്കും പൂരിക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഓയിലും അതുപോലെ റവയും ഉപ്പും ഒക്കെ മാവിൻ്റെ എല്ലാ വശത്തും ഒരുപോലെ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2 കളറിലാണല്ലോ പൂരിയുടെ ഒരു മാവ് കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ട് നേരെ പകുതി ഭാഗം ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഹാഫ് പോർഷൻ ഞാൻ സാധാ വെള്ളം യൂസ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം. നമ്മൾ ലൂസാവാതെ നോക്കണം. ഇപ്പം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ തടവിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ പൂരിക്ക് വേണ്ടി പരത്തിയെടുക്കുന്നത്. അപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അടുത്ത മാവ് തയ്യാറാക്കിയെടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബീട്രൂട്ട് പ്യൂരിയും പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്താണ്. അപ്പോൾ പ്യൂരി ഇത്രക്ക് അടിഞ്ഞു വന്നിട്ടില്ലെങ്കിൽ ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ രണ്ടും അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടിനെയും പരത്തിയെടുക്കണം. ഇതിങ്ങനെ മുഴുവനായിട്ടാണ് പരത്തിയെടുക്കുന്നത്. നമ്മൾ പരത്തിയെടുക്കുന്ന ഒരു ടൈമിൽ ഞാനിവിടെ മൈദമാവൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചത് കൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കുന്ന ചാൻസ് ഒന്നുമില്ല. അഥവാ നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഒരല്പം എണ്ണ തടവിയതിന് ശേഷം പരത്തിയെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് ബീട്രൂട്ട് കളറിലുള്ള മാവ് പരത്തിയെടുക്കാം. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ബീട്രൂട്ട് കളറുള്ള മാവ് ആദ്യം പരത്തുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൗണ്ടർ ടോപ്പിലും അതുപോലെ നമ്മുടെ കൈമലും പരത്താനെടുക്കുന്ന കോലൊക്കെ കുറച്ചൊരു ബീട്രൂട്ടിൻ്റെ കളറായിട്ടുണ്ടാകും, പിങ്ക് കളർ ഉണ്ടാകും. അപ്പോൾ അത് വൈറ്റിലേക്ക് മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ആദ്യം വൈറ്റ് കളറുള്ളത് പരത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ മാവ് സെയിം നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടയിൽ വെച്ചിട്ടും ചെയ്യാം. ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നതിലും അല്പം ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ എല്ലാ വശവും ഒരേ ഫ്ലാറ്റായിട്ട് പരത്തുക. ഒരു സൈഡ് തിക്നെസ്സിലും ഒരു സൈഡ് തിന്നായിട്ടും അങ്ങനെ പരത്തിയെടുക്കാതെ ശ്രദ്ധിക്കാം. ഞാനിവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് ഷീറ്റിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പിങ്ക് കളർ ഷീറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഈ സൈഡുകളൊക്കെ ജസ്റ്റ് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പരത്തിയെടുക്കുമ്പോൾ തന്നെ ഏകദേശം സെയിം വലുപ്പത്തിൽ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം.
ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡ് ഞാനൊന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. രണ്ട് സൈഡിലും ഫസ്റ്റ് ഞാനൊന്ന് കട്ട് ചെയ്ത് അതും നമുക്ക് വേണമെങ്കിൽ പുരി ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കിട്ടണമെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നതായിരിക്കും നല്ലത്. ഇനി ഓരോ പൂരിക്ക് ആവശ്യമുള്ളത്ര നമ്മൾ ഈ ഒരു ഭംഗി നല്ലൊരു ഭംഗിയായിരിക്കും ഈ ഒരു പൂരി കാണാനായിട്ട്. ഈ ഡിസൈനാണ് നമ്മുടെ പൂരിക്ക് വരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു തിക്നെസ്സിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വലുപ്പമുള്ള പൂരിയാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി തിക്നെസ്സിൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ എല്ലാ പൂരികളും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇത് കട്ട് ചെയ്ത് ഈ ഒരു സ്റ്റേജ് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പം ഞാനിവിടെ എല്ലാ പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരല്പം എണ്ണ തടവി ഇതൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു സ്റ്റേജ് പരത്തിയെടുക്കുമ്പോഴും നമ്മൾ മാക്സിമം മൈദമാവൊന്നും യൂസ് ചെയ്യാതെ പരത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. സാധാരണ പൂരിക്കൊക്കെ പരത്തുന്ന അതേ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ എല്ലാ പൂരികളും പരത്തിയെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് സാധാരണ നമ്മൾ പൂരിയൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ സെയിം മെത്തേഡിൽ പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൂരി നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂരിയും കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നല്ല ഭംഗിയിലായിട്ട് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഇത് നല്ല ഇഷ്ടമായി. ഇത് കാണുമ്പോൾ തന്നെ അവർ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അതുപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഒരു കൊച്ചു യൂട്യൂബ് ചാനലാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ ഫോണിലെത്തുക, അത് കാണാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.